ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് ടോപ്പിക്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായി വാഹനങ്ങളുടെ സേഫ്റ്റിയും അതുപോലെ മാരുതി സുസുക്കി വാഹനങ്ങളുടെ ഇപ്പം നിലവിലുള്ള സേഫ്റ്റിയും നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. ആൻഡ് ഈ കമ്പാരിസൺസ് എല്ലാം തന്നെ ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ്സിൻ്റെ പേരിലായിരിക്കും. റേറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റാർ റേറ്റിംഗ്സ് അല്ല, ഇപ്പോൾ 2 സ്റ്റാർ കിട്ടി 3 സ്റ്റാർ കിട്ടി, ഈ സ്റ്റാർ റേറ്റിംഗ്സിൻ്റെ പേരിലല്ല, നമ്മൾ പോയിന്റ്സിൻ്റെ പേരിലാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആദ്യം തന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റും അതുപോലെ ഗ്രാൻഡ് ഐറ്റം നിയോസും ആണ്. ഈ രണ്ട് വാഹനങ്ങൾ പൊതുവെ നോക്കുകയാണെങ്കിൽ ഒരു സെഗ്മെന്റിൽ തന്നെ വരുന്ന വാഹനങ്ങളാണ്. രണ്ട് വാഹനങ്ങൾക്കും 2 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതേസമയം ഇവരുടെ സേഫ്റ്റി റേറ്റിംഗ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാൻഡ് ഐറ്റം നിയോസിന് അഡൽസിന് 2 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും അതുപോലെ കുട്ടികൾക്കും 2 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പോയിന്റ് നില നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ഐറ്റം നിയോസിന് ടോട്ടൽ 7.05 പോയിന്റ്സ് ആണ് ഔട്ട് ഓഫ് 17 കിട്ടിയിരിക്കുന്നത്. ഇത് 8 പോയിന്റ്സിന് മുകളിൽ വന്നാലാണ് 3 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആവുന്നത്. ഇനി ഇതിന്റെ റിയർ സീറ്റ് ഓക്യുപ്പൻസിന് അതായത് കുട്ടികളുടെ സേഫ്റ്റി റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ അത് 15 ആണ്. അതായത് ഔട്ട് ഓഫ് 49 ഇതിന് 15 പോയിന്റ്സ് ആണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിന്റെ പാസഞ്ചേഴ്സിന്റെ അതായത് ഫ്രണ്ട് പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റി നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ ഡമ്മീസിന് വന്നിട്ടുള്ള ഇമ്പാക്റ്റ് എല്ലാം അവർ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഫ്രണ്ട് പാസഞ്ചേഴ്സിന് ഇപ്പോൾ ഡ്രൈവർ ആണെങ്കിലും കോ പാസഞ്ചർ ആണെങ്കിലും ഹെഡ് പൊസിഷൻ സേഫ് ആണ്, ചെസ്റ്റ് പൊസിഷൻ ഡ്രൈവറിന്റെ അൺസേഫ് ആണ്. അതായത് അവിടെ നിങ്ങൾക്ക് കാണാം വീക്ക് എന്ന ഒരു ഏരിയയിലാണ് അവരത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ പക്ഷേ കോ പാസഞ്ചറിന്റെ സേഫ് അഡിക്വേറ്റ് എന്ന രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കി നമ്മുടെ ഈ ഒരു തൈസിന്റെ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ അത് ഡ്രൈവറിന്റെയും കോ ഡ്രൈവറിന്റെയും രണ്ടുപേരുടെയും മാർജിനൽ എന്ന ഒരു രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അതിന് താഴെയുള്ള ഏരിയ നോക്കുകയാണെങ്കിൽ കോ പാസഞ്ചറിന്റെ വലിയ കുഴപ്പമില്ല, അഡിക്വേറ്റ് എന്ന ഒരു പൊസിഷനിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതേസമയം ഡ്രൈവറിന്റെ നോക്കുകയാണെങ്കിൽ ഡ്രൈവറിന്റെ ലെഫ്റ്റ് ലെഗ് ആക്ച്വലി മാർജിനലാണ്, പക്ഷേ റൈറ്റ് ലെഗ് അഗൈൻ അഡിക്വേറ്റ് എന്ന ഒരു രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഗ്രാൻഡ് ഐറ്റം നിയോസിന് സംഭവിച്ചത്. ഇനി സ്വിഫ്റ്റിന് സംഭവിച്ച കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിന് നേരത്തെ പറഞ്ഞ പോലെ 2 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് പാസഞ്ചേഴ്സിന്, അതായത് ഫ്രണ്ടിലിരിക്കുന്നവർക്കും പുറകിലിരിക്കുന്നവർക്കും 2 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തന്നെയാണ്. പക്ഷേ ഗ്രാൻഡ് ഐറ്റം നിയോസിന് 7.05 പോയിന്റ്സ് ആയിരുന്നു ലഭിച്ചിരുന്നത്. ഇതിന് 7.08 പോയിന്റ്സ് ഉണ്ട്, അതായത് 0.3 ഒരു വ്യത്യാസം ഇവിടെ വരുന്നുള്ളൂ. പക്ഷേ ഔട്ട് ഓഫ് 17 എന്ന് പറയുമ്പോൾ 0.3 ഒരു ചെറിയ ഡിഫറൻസ് ആണെന്ന് പറയാം. അതുപോലെ ഇനി പുറകിലിരിക്കുന്ന കുട്ടികളുടെ സേഫ്റ്റി റേറ്റിംഗ് എടുക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ഐറ്റം നിയോസിൽ 15 ആയിരുന്നു, ഇതിൽ 16.23 ആണ്. അതായത് 1.23 പോയിന്റ്സ് ഇതിന് കൂടുതലാണ് സ്വിഫ്റ്റിൽ ലഭിച്ചിരിക്കുന്നത്. സോ ഇതിപ്പോൾ പുറകിലിരിക്കുന്നവരുടെയും മുമ്പിലിരിക്കുന്നവരുടെയും ഏതൊരാളുടെ സേഫ്റ്റി എടുത്താലും പോയിന്റ് വൈസ് സ്വിഫ്റ്റ് ആണ് ഗ്രാൻഡ് ഐറ്റം നിയോസിലും കുറച്ചുകൂടെ മുൻപിൽ നിൽക്കുന്നത്. ഇനി ഇമ്പാക്ട് വൈസ് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണോ, അത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ നോക്കാം. ഹെഡ് പൊസിഷൻസ് രണ്ട് വാഹനങ്ങളുടെയും സേഫ് ആയിരുന്നു, ഡ്രൈവറിന്റെയും കോ ഡ്രൈവറിന്റെയും. ചെസ്റ്റ് പൊസിഷൻ സെയിം കേസ് തന്നെയാണ് വന്നിരിക്കുന്നത്. കോ ഡ്രൈവറിന്റെ മഞ്ഞ കളറാണ്, അതായത് അഡിക്വേറ്റ് ആണ്, പക്ഷേ അതേസമയം ഡ്രൈവറിന്റെ വീക്ക് എന്ന രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി താഴത്ത് നമ്മുടെ ആ ഒരു തൈസ് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ഐറ്റം നിയോസിന്റെ രണ്ട് ഭാഗത്തും മാർജിനൽ എന്ന രീതിയിലായിരുന്നു മാർക്ക് ചെയ്തിരുന്നത്. പക്ഷേ അതേസമയം സ്വിഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഡ്രൈവർ സൈഡ് തൈസ് രണ്ടും മാർജിനിൽ തന്നെയാണ്. പക്ഷേ കോ പാസഞ്ചറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന തൈസ് പച്ച കളറാണ്, അതായത് ഗുഡ് എന്ന ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. പക്ഷേ റൈറ്റ് സൈഡ് അഡിക്വേറ്റ് ആണ്. അതുപോലെ തന്നെ ഇനി നീസും ലെഗ്സും ഒക്കെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ഐറ്റം നിയോസിൻ്റെ കോ പാസഞ്ചറിനാണെങ്കിലും ഇപ്പോൾ നീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ആക്ച്വലി മഞ്ഞ കളറായിരുന്നു, അതായത് അഡിക്വേറ്റ് ആയിരുന്നു. പക്ഷേ സ്വിഫ്റ്റിൻ്റെ കോ പാസഞ്ചറിൻ്റെ നീസ് രണ്ടും ഒരു ഗുഡ് എന്ന കണ്ടീഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വ്യത്യാസമുണ്ട്. അതേസമയം സ്വിഫ്റ്റിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ഡ്രൈവർ സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡും അഡിക്വേറ്റ് എന്ന രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതേസമയം ഗ്രാൻഡ് ഐറ്റം നിയോസിന്റെ ഒരു സൈഡ് അഡിക്വേറ്റും, അതായത് ഒരു നീ അഡിക്വേറ്റും മറ്റേ നീ ഏകദേശം ഒരു മാർജിൻ എന്ന കണ്ടീഷനിലുമാണ് അവർ ആ സമയത്ത് മാർക്ക് ചെയ്തിരുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഈ രണ്ട് വാഹനങ്ങളുടെയും ഗ്രാൻഡ് ഐറ്റം നിയോസിന്റെയും സ്വിഫ്റ്റിന്റെയും ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ്സ് പോയിന്റ് പട്ടിക വെച്ച് നോക്കുകയാണെങ്കിലും ഇമ്പാക്ട് വൈസ് അകത്തിരിക്കുന്ന ഡമ്മീസിന് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിലും ഇതിൽ രണ്ട് കണ്ടീഷൻസിലും കുറച്ചും കൂടെ ഗ്രാൻഡ് ഐറ്റം നിയോസിലും മുൻപിൽ നിൽക്കുന്ന സ്വിഫ്റ്റ് ആണ്. അതിപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഈ കാണിച്ച പോയിന്റ് പട്ടിക വെച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഈ രണ്ട് വാഹനങ്ങളും ആക്ച്വലി ഒരേ സെഗ്മെന്റിൽ തന്നെ വരുന്ന ഹാഷ് ബാക്സ് ആണ്. പക്ഷേ അതേസമയം എല്ലാവരും ഈ ഒരു കാറ്റഗറിയിൽ സ്വിഫ്റ്റിന്റെ ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി വളരെ മോശമായിട്ട് കാണിക്കുകയും ഗ്രാൻഡ് ഐറ്റം നിയോസിന്റെ സേഫ്റ്റി എന്നാൽ പോലും സ്വിഫ്റ്റിൽ മെച്ചപ്പെട്ട രീതിയിലാണ് പലരും പറയാറ്. പക്ഷേ എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. സ്വിഫ്റ്റ് ആണ് ഗ്രാൻഡ് ഐറ്റം നിയോസിലും കുറച്ചും കൂടി ഇപ്പോൾ 2 സ്റ്റാർ സേഫ്റ്റി തന്നെ എടുക്കുകയാണെങ്കിലും അതിൽ ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് സ്വിഫ്റ്റ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതായത് പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളും അൺസേഫ് ആയിട്ടുള്ള വാഹനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ 2 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമൊന്നും അല്ല. ഇപ്പോൾ സേഫ്റ്റി നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ രണ്ട് വാഹനങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്വിഫ്റ്റ് ഗ്രാൻഡ് ഐറ്റം നിയോസിനേക്കാൾ കൂടുതൽ സേഫാണ്, മാരുതി വാഹനങ്ങളാണ് കൂടുതൽ സേഫ് എന്ന് കാണിക്കുന്നതല്ല. പൊതുവേ ആൾക്കാരുടെ ഒരു മനോഭാവമാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതായത് ഹ്യുണ്ടായി വാഹനങ്ങൾ ഇപ്പോൾ മാരുതി സുസുക്കിയേക്കാൾ കൂടുതൽ സേഫ് ആണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. ഇനി നമുക്കൊരു എക്സാമ്പിളും കൂടി എടുത്ത് നോക്കാം. ഇതിപ്പോൾ ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചത്. ഇനി
വാഗണാറിൻ്റെയും അതുപോലെ സാൻഡ്രോയുടെയും എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളും ഒരേ സെഗ്മെൻറ്റിൽ തന്നെ വരുന്ന ഹാച്ച് ബാക്സ് ആണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആൻഡ് സേഫ്റ്റി റേറ്റിംഗ് ആണെങ്കിൽ പോലും രണ്ട് വാഹനങ്ങൾക്കും 2 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി സാൻഡ്രോയുടെ സേഫ്റ്റി റേറ്റിംഗ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ വാഹനത്തിന് 2 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് അഡൽസിനും, 2 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് കുട്ടികൾക്കും ലഭിച്ചിരിക്കുന്നത്. അതിൽ 6.74 ആണ് ഈ വാഹനത്തിൻ്റെ ഔട്ട് ഓഫ് 17 കിട്ടിയിരിക്കുന്ന അഡൽസിനുള്ള പോയിന്റ്സ്. ഇനി കുട്ടികളുടെ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ 15 തന്നെയാണ്, അതായത് ഗ്രാൻഡ് ഐറ്റൻ ന്യൂസിൻ്റെ സെയിം പോയിന്റ്സ് തന്നെയാണ് സാൻഡ്രോയ്ക്കും ഇവിടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് 49. ഇനി അതേസമയം ഈ വാഹനത്തിൻ്റെ ഈ ഡമ്മീസിന് വന്നിരിക്കുന്ന ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെഡ് പൊസിഷൻസ് ഡ്രൈവറിൻ്റെയും കോ ഡ്രൈവറിൻ്റെയും സേഫ് ആണ്. പക്ഷേ അതേസമയം കോ ഡ്രൈവറിൻ്റെ ചെസ്റ്റിൻ്റെ കണ്ടീഷൻ മാർജിനൽ ആണെങ്കിൽ ഡ്രൈവറിൻ്റെ ചെസ്റ്റിൻ്റെ കണ്ടീഷൻ വീക്ക് എന്ന ഒരു കണ്ടീഷനിലാണ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി തൈസ് നോക്കുകയാണെങ്കിൽ തൈസ് ആക്ച്വലി ഡ്രൈവറിൻ്റെയും കോ ഡ്രൈവറിൻ്റെയും രണ്ട് സ്ഥലത്തും മാർജിനൽ എന്ന ഒരു കണ്ടീഷനിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇനിയിപ്പോൾ നീസ് നോക്കുകയാണെങ്കിൽ നീസിൻ്റെ കാര്യത്തിൽ കോ ഡ്രൈവർ എന്തായാലും രക്ഷപ്പെട്ടു എന്ന് പറയും. കോ ഡ്രൈവറിൻ്റെ 2 നീസും ആക്ച്വലി അഡിക്വേറ്റ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതേസമയം ഡ്രൈവറിൻ്റെ ലെഫ്റ്റ് നീസ് വീക്കും റൈറ്റ് നീസ് മാർജിനൽ എന്ന ഒരു കണ്ടീഷനിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് സാൻഡ്രോയുടെ അവസ്ഥ. ഇനി വാഗണാറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വാഗണാറും 2 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തന്നെ കിട്ടിയൊരു വാഹനമാണ്. ഇതിൻ്റെ പോയിന്റ് പട്ടിക നോക്കുകയാണെങ്കിൽ 17 അഡൽട്ട് സേഫ്റ്റിക്ക് 6.93 പോയിന്റ്സ് ആണ് ഈ വാഹനത്തിൽ ലഭിച്ചിരിക്കുന്നത്. ചൈൽഡ് സേഫ്റ്റിക്ക് 16.33 പോയിന്റ്സ് ആണ് ഔട്ട് ഓഫ് 49 ഈ വാഹനത്തിന് ലഭിച്ചിരിക്കുന്നത്. സാൻഡ്രോയ്ക്ക് ടോട്ടൽ ആ സമയത്ത് ലഭിച്ച പോയിന്റ്സ് 6.74 ആയിരുന്നു. അതായത് ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ 0.19 ഏകദേശം 0.19 എന്നൊക്കെ പറയാം. ആ ഒരു റേഞ്ചിൽ വ്യത്യാസമുണ്ട് അഡൽട്ട് സേഫ്റ്റിയിൽ. ചൈൽഡ് സേഫ്റ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ സാൻഡ്രോയുടെ 15 ആയിരുന്നു, ഇതിന് 16.33 ആണ്. അതായത് ഇവിടെയും ഏകദേശം 1.33 പോയിന്റ്സിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തിരിക്കുന്ന പാവം ഡമ്മീസിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഹെഡ് പൊസിഷൻസ് ഡ്രൈവറിൻ്റെയും കോ ഡ്രൈവറിൻ്റെയും സേഫ് ആണ്, അതായത് ഗുഡ് എന്ന രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് വാഗണാറിൻ്റെയും സാൻഡ്രോയുടെയും രണ്ടിൻ്റെയും അങ്ങനെ തന്നെയായിരുന്നു. ഈ ചെസ്റ്റ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ വാഗണാറിൻ്റെ ഡ്രൈവറിൻ്റെയും കോ ഡ്രൈവറിൻ്റെയും വീക്ക് എന്ന ഒരു രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതേസമയം സാൻഡ്രോയുടെ കോ ഡ്രൈവർ കണ്ടീഷൻ വീക്ക് അല്ലായിരുന്നു, മാർജിനൽ എന്ന രീതിയിലായിരുന്നു മാർക്ക് ചെയ്തിരുന്നത്. ഡ്രൈവറിൻ്റെ സെയിം വീക്ക് തന്നെയായിരുന്നു. ഇനി തൈസിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് വാഹനങ്ങളുടെയും സെയിം തന്നെയാണ്. ഡ്രൈവറിനും കോ ഡ്രൈവറിനും സാൻഡ്രോയ്ക്കും വാഗണാറിനും ഈ രണ്ട് വാഹനങ്ങൾക്കും ആക്ച്വലി മാർജിനൽ എന്ന രീതിയിൽ തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നീസിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വാഗണാറിൻ്റെ റൈറ്റ് നീസ് ആക്ച്വലി കോ ഡ്രൈവറിൻ്റെ സേഫ് ആണ്, പക്ഷേ അതേസമയം ലെഫ്റ്റ് നീസ് അഡിക്വേറ്റ് ആണ്. സാൻഡ്രോയുടെ കോ ഡ്രൈവറിൻ്റെ 2 നീസും അതായത് ലെഫ്റ്റും റൈറ്റും നീസ് അവർ അഡിക്വേറ്റ് എന്ന രീതിയിലായിരുന്നു മാർക്ക് ചെയ്തിരുന്നത്. ഇനി ഇപ്പോൾ അവൻ ഡ്രൈവറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വാഗണാറിൻ്റെ ഡ്രൈവറിൻ്റെ ലെഫ്റ്റ് നീസ് അഡിക്വേറ്റ് ആണ്, പക്ഷേ അതേസമയം റൈറ്റ് നീസ് മാർജിനലാണ്. സാൻഡ്രോയുടെ റൈറ്റ് നീസ് മാർജിനലായിരുന്നെങ്കിലും ലെഫ്റ്റ് നീസ് ആക്ച്വലി വീക്ക് എന്ന ഒരു കണ്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വാഗണാറിൻ്റെ അങ്ങനെയല്ല, ഡ്രൈവറിൻ്റെ ലെഫ്റ്റ് നീസ് അഡിക്വേറ്റ് ആണ്, പക്ഷേ അതേസമയം സാൻഡ്രോയിൽ വീക്ക് ആയിരുന്നു. അതും വേണമെങ്കിൽ ഇവിടെ ഒരു മേജർ ഡിഫറൻസ് ആയിട്ട് പറയാം. സോ ഇതൊക്കെ തന്നെയാണ് ഈ രണ്ട് വാഹനങ്ങളുടെയും ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ്സിൽ പോയിന്റ് പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാൻഡ്രോയും വാഗണാറും തമ്മിൽ അങ്ങനെ വലിയൊരു വ്യത്യാസമുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും സ്വിഫ്റ്റും ഗ്രാൻഡ് ഐറ്റൻ നിയോസും തമ്മിൽ അകത്തിരിക്കുന്ന ഡമ്മീസിന് വന്നിരിക്കുന്ന വ്യത്യാസം താഴ്ഭാഗത്ത്, അതായത് നമ്മുടെ നീസിലും തൈസിലും ഒക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ വാഗണാറിൻ്റെയും സാൻഡ്രോയുടെയും കേസ് എടുക്കുകയാണെങ്കിൽ താഴ്ഭാഗം വാഗണാറിൻ്റെ കമ്പാരിറ്റീവ്ലി സാൻഡ്രോ വെച്ച് നോക്കുമ്പോൾ സേഫ് ആണ്. പിന്നെ ഇതിൻ്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് വാഹനങ്ങളും 2 സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് വാഹനങ്ങളാണ്. അതുകൊണ്ട് സേഫ്റ്റി നോക്കിയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വാഹനങ്ങളല്ല. പക്ഷെ അതേസമയം പോയിന്റ് നിരയിൽ നമ്മൾ വ്യത്യാസം നോക്കുകയാണെങ്കിൽ തീർച്ചയായും സാൻഡ്രോവും വാഗണാറും തമ്മിലും അതുപോലെ ഗ്രാൻഡ് ഐറ്റൻ നിയോസും സ്വിഫ്റ്റും തമ്മിലും അത്യാവശ്യം ഒരു മാർജിനൽ ഡിഫറൻസ് എങ്കിലും കാണാനുണ്ട്. ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും ഹ്യുണ്ടായി വാഹനങ്ങളാണോ മാരുതി വാഹനങ്ങളാണോ കൂടുതൽ സേഫ് ആയിട്ട് വരുന്നതെന്ന്. അതായത് ഈ പോയിന്റ് പട്ടിക വെച്ചാണ് പറയുന്നത്. ബാക്കി റിയൽ ലൈഫ് കണ്ടീഷൻസിൽ ഈ രണ്ട് വാഹനങ്ങളുടെയും ഏകദേശം സിമിലർ പെർഫോമൻസ് ഒക്കെ തന്നെ ആയിരിക്കും. അല്ലാതെ വലിയൊരു ഡിഫറൻസ് ഒന്നും നടക്കാനൊരു സാധ്യതയില്ല. കാരണം 64 km/h സ്പീഡിലാണ് ഈ ഗ്ലോബൽ എൻക്യാപ്പ് ആണെങ്കിലും അവരുടെ വാഹനങ്ങളെല്ലാം ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ബാക്കി ഹ്യുണ്ടായി കിയ വാഹനങ്ങളുടെ സേഫ്റ്റി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരുടെ ക്രാഷ് ടെസ്റ്റ് ചെയ്ത സെൽട്ടോസും ക്രാഷ് ടെസ്റ്റ് ചെയ്യാത്ത ക്രെറ്റയുടെയും സേഫ്റ്റിയാണ്. പലരും പറയാറുണ്ട് ക്രെറ്റ സെൽട്ടോസ് പോലെയല്ല, ക്രെറ്റ കുറച്ചും കൂടി സേഫ് ആണ്, ക്രെറ്റ വേറെയാണ്, ക്രെറ്റ വേറെ എന്തോ ആണെന്നൊക്കെ. പ്ലാറ്റ്ഫോം സെയിം ആണെങ്കിലും ക്രെറ്റ വേറൊരു സംഭവമാണെന്നാണ് പലരും പറയാറ്. പക്ഷേ ശരിക്കും അങ്ങനെയാണോ എന്ന് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ സ്പെക് സെൽട്ടോസും ഇന്ത്യൻ സ്പെക് സെൽട്ടോസും ആണ്. ഇതിൽ SP2 എന്ന് റേറ്റ് ചെയ്തിരിക്കുന്ന ഗ്ലോബൽ സ്പെക് സെൽട്ടോസും SP2i എന്ന് റേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ സ്പെക് സെൽട്ടോസും ആണ്. ബേസിക്കലി 3 തരത്തിലുള്ള സ്റ്റീൽസ് ആണ് ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്നത്. മൈൽഡ് സ്റ്റീൽ ഉണ്ടാവും, ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉണ്ടാവും, അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉണ്ടാവും. ഇതിൽ മൈൽഡ് സ്റ്റീൽ ആഷ് കളറിലും ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഒരു നീല ടൈപ്പ് കളറിലും അതുപോലെ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ റെഡ് കളറുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. ഗ്ലോബൽ സ്പെക് സെൽട്ടോസിൽ പല ഭാഗങ്ങളിലും അവർ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്പെക് സെൽട്ടോസ് ആയ SP2i എന്ന കോഡ് നെയിമുള്ള വാഹനത്തിന് അവരെവിടെയും അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഹൈ സ്ട്രെങ്ത് സ്റ്റീലും മൈൽഡ് സ്റ്റീലും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബൽ സ്പെക് സെൽട്ടോസിന് പല ക്രാഷ് ടെസ്റ്റുകളിലും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ കിട്ടിയത്. ബോട്ടം ഏരിയ നോക്കുകയാണെങ്കിൽ കാണാം ഗ്ലോബൽ സ്പെക് സെൽട്ടോസിന്റെ പുറകിൽ
പുറകിലത്തെ ഭാഗത്ത് കൂടി അവർ കുറച്ചും കൂടി അധികം ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സെൽട്ടോസിൻ്റെ പുറകിലത്തെ ഭാഗത്ത് അവർ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീലും ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇവിടെ ശരിക്കും മേജറായിട്ട് തന്നെ വ്യത്യാസം കണ്ടറിയാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് സെൽട്ടോസിൻ്റെ കേസ്. ഇനി നമുക്ക് ക്രെറ്റയുടെയും സെൽട്ടോസിൻ്റെയും ഒരു ബോഡി സ്റ്റൈലിൻ്റെ കമ്പാരിസൺ ആവാം. അതായത് ഈ രണ്ട് വാഹനങ്ങളും ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ SP2i എന്ന് പറയുന്ന സെൽട്ടോസിൻ്റെ കോഡ് നെയിമും SU2i എന്ന് പറയുന്ന ക്രെറ്റയുടെ കോഡ് നെയിമും ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ തന്നെ ഈ രണ്ട് വാഹനങ്ങളുടെയും എവിടെയും അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീലൊന്നും ടോപ്പ് പോർഷനിൽ അവർ ഉപയോഗിച്ചിട്ടില്ല. മൈൽഡ് സ്റ്റീലും അതുപോലെ ഹൈ സ്ട്രെങ്ത് സ്റ്റീലും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രണ്ട് വാഹനങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് K2 എന്നാണ് ഈ രണ്ട് വാഹനങ്ങളും ബേസ് ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ഇത് ആക്ച്വലി ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്. ഹ്യുണ്ടൈ ഇന്ത്യയിലുള്ള പല വാഹനങ്ങളിലും ഈ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ സെക്കൻഡ് ജെൻ ക്രെറ്റയിലേക്ക് വന്നപ്പോഴാണ് ഇത് K2 പ്ലാറ്റ്ഫോം ആയത്. ഫസ്റ്റ് ജെൻ ക്രെറ്റയിൽ ഉണ്ടായിരുന്നത് PB പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇനി ഈ രണ്ട് വാഹനങ്ങളുടെയും ബോട്ടം പോർഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി സെൽട്ടോസ് ആണ് കുറച്ചും കൂടെ കൂടുതൽ സേഫ് ക്രെറ്റയെ വെച്ച് നോക്കുമ്പോൾ. കാരണം ക്രെറ്റയുടെ റൈറ്റ് സൈഡിൽ മാത്രമാണ് അവർ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ബോട്ടം പോർഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം സെൽട്ടോസിൻ്റെ താഴ്ഭാഗത്ത് കോ പാസഞ്ചർ സൈഡിലും ഡ്രൈവർ സൈഡിലും അവർ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രെറ്റയുടെയും സെൽട്ടോസിനും തമ്മിലുള്ളൊരു മേജർ വ്യത്യാസം എന്തായാലും സേഫ്റ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇനിയിപ്പോൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ തന്നെ പറ, ക്രെറ്റ ഇനി ക്രാഷ് ടെസ്റ്റിന് പോവുകയാണെങ്കിൽ അതിന് ഏകദേശം എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന്. ഇപ്പോൾ സെൽട്ടോസ് തന്നെ കഷ്ടപ്പെട്ടാണ് 3 സ്റ്റാറെങ്കിലും ഒപ്പിച്ചുകൊണ്ട് വന്നത്. കാരണം 8.03 പോയിൻറ്റ്സ് ആണ് സെൽട്ടോസിന് ആകെ കിട്ടിയത്. ഇതിൽ 8ൽ താഴെ പോയിരുന്നെങ്കിൽ അത് 2 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആയി പോയേനെ. അതായത് 0.03 പോയിൻറ്റ്സിൻ്റെ ഒരു വ്യത്യാസത്തിലാണ് സെൽട്ടോസ് ജസ്റ്റ് 3 സ്റ്റാറെങ്കിലും ആയത്. ഇതിപ്പോൾ ക്രെറ്റയുടെ തന്നെ ബോട്ടം പാർട്ട് നോക്കുകയാണെങ്കിൽ അതിലാകെ ഒറ്റ സ്ഥലത്ത് അവർ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉപയോഗിച്ചിരുന്നുള്ളൂ. സെൽട്ടോസിൽ 2 സൈഡിലും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ ഒറ്റൊരു കാരണം തന്നെ മതിയാവുമായിരിക്കും ഈ 0.03 എന്ന് പറയുന്ന പോയിന്റ്സ് കുറയാൻ, അതായത് 8 പോയിന്റ്സിലും താഴെ വരാൻ. സോ നോർമലി ക്രെറ്റ 2 സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് ആയി പോകും. എന്തായാലും ആവശ്യമില്ലാതെ ഞാൻ ഈ വാഹനങ്ങളുടെ സേഫ്റ്റി റേറ്റിംഗ്സ് ഒന്നും തന്നെ പ്രൊഡിക്റ്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കണ്ട് മനസ്സിലായി കാണാം. എന്തായാലും ഇപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. കിയയുടെ സോണറ്റിൻ്റെ കൂടി ബോഡി ഷെല്ലും നോക്കിയേക്കാം. ഇവിടെയും അതുപോലൊക്കെ തന്നെയുണ്ട്. അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഒന്നും തന്നെ ഇവർ ഈ വാഹനത്തിൻ്റെ ബോഡി സ്ട്രക്ചറിൽ ഉപയോഗിച്ചിട്ടില്ല. നോർമൽ മൈൽഡ് സ്റ്റീലും ഹൈ സ്ട്രെങ്ത് സ്റ്റീലും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെന്യൂവിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. അല്ലാതെ വെന്യൂവിൽ വേറെ കൂടുതൽ പ്രത്യേകതകളൊന്നും തന്നെ ഇല്ല. ഇനി സർപ്രൈസിംഗ്ലി ഈ വാഹനത്തിൻ്റെ താഴ്ഭാഗത്ത് പോലും അവർ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉപയോഗിച്ചിട്ടില്ല. നോർമൽ മൈൽഡ് സ്റ്റീലും അതുപോലെ ഹൈ സ്ട്രെങ്ത് സ്റ്റീലും തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു പിടിയില്ല. സെൽട്ടോസിന് താഴത്തെ 2 ഭാഗത്ത് അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉപയോഗിച്ചിട്ട് 3 സ്റ്റാർ കിട്ടി. ഇതിൽ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു സാധനമേ അവർ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം, അവരെപ്പോഴെങ്കിലും ക്രാഷ് ടെസ്റ്റിന് കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളുടെയും അവസ്ഥ, അതായത് സോണറ്റിൻ്റെയും ക്രെറ്റയുടെയും വെന്യൂവിൻ്റെയും ഒക്കെ അവസ്ഥ എന്താവും നമുക്ക് കണ്ടറിയാം. ഇവിടെ ഇപ്പോൾ വളരെ ഒരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹ്യുണ്ടായി വാഹനങ്ങളുടെ എനിക്കിപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം, അവർ ബേസ് റേഞ്ചിൽ ഒബ്വിയസ്ലി സേഫ്റ്റി കൊടുക്കുന്നില്ല. പക്ഷേ അതേസമയം ടോപ്പ് റേഞ്ചിലും സേഫ്റ്റി കൊടുക്കുന്നില്ല. ഇപ്പോൾ 17-18 അല്ലെങ്കിൽ ഒരു 10-20 ലക്ഷം മുടക്കി ഒരാളൊരു ക്രെറ്റ അല്ലെങ്കിൽ ഒരു സെൽട്ടോസ് വാങ്ങുകയാണെങ്കിൽ അതിൽ ആ കസ്റ്റമർ അർഹിക്കുന്നത്ര സേഫ്റ്റി എങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ എന്തായാലും മാരുതി കുറച്ചും കൂടെ മെച്ചപ്പെട്ടതാണെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ മാരുതി സുസുക്കിയുടെ ബ്രെസ എടുത്താലും എസ്ക്രോസ് എടുത്താലും ഒക്കെ തന്നെ ഈ രണ്ട് വാഹനങ്ങളും ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിലാണ് ബേസ് ചെയ്തിരിക്കുന്ന. ബ്രെസയ്ക്ക് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണെങ്കിലും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അൺസേഫ് ആണെന്ന് നമുക്ക് ഒരു രീതിയിലും പറയാനും പറ്റില്ല. പക്ഷേ ഹ്യുണ്ടായിക്കും കിയയ്ക്കും ഇതുവരെ ടോപ്പ് റേഞ്ചിൽ പോലും നല്ലൊരു സേഫ്റ്റി ഉള്ളൊരു വാഹനം ഓഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവരത് ക്രാഷ് ടെസ്റ്റിന് അയച്ചിട്ടുമില്ല. എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കില്ലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കമന്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ മിക്കവാറും കുറേ ഹ്യുണ്ടായി ഫാൻസിന് തെറിവിളി കാണുമായിരിക്കും. എന്തായാലും ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നുമില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.